സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 3 വിഭാഗം ആളുകളുണ്ട്. ഒരിക്കലും അവരിന് എന്ത് ചെയ്യട്ടെ അവർക്ക് സ്വർഗത്തിൻ്റെ കവാടത്തിലേക്ക് എത്താൻ കഴിയില്ല. അവർക്ക് സുന്ദര സ്വർഗത്തിൽ വിശ്വാസികൾ ഉല്ലസിക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ സന്തോഷിക്കുമ്പോൾ ഇവർക്കതിൻ്റെ പരിസരത്ത് പോലും കടക്കാൻ കഴിയില്ല. സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന, 3 വിഭാഗം അവർ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അത്രയും നാശമുള്ള, അത്രയും പരാജയപ്പെട്ട, അത്രയധികം തോറ്റുപോയ സംഘം അവരാരാണ് നബിയെ? ഒന്നാമത്തെ വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവർ. എത്രയോ സ്ഥലങ്ങളിൽ കാണുകയാണ്. എത്രയോ ഉമ്മമാർ കരയുകയാണ്, എത്രയോ അമ്മമാർ സങ്കടപ്പെടുകയാണ്. എന്നോട് സ്നേഹസാഗരത്തിലെ ഒരമ്മ പറഞ്ഞതാണ്, എന്നെ കാണാൻ എത്ര വർഷമായി ഉസ്താദെ ഞാനിവിടെ വന്നിട്ട്, എന്നെ കാണാൻ എൻ്റെ മക്കൾക്ക് തോന്നിയില്ലല്ലോ. ഞാൻ ഉണങ്ങിയോ, ഞാൻ നന്നായോ, എൻ്റെ മുടി കൊഴിഞ്ഞോ, എൻ്റെ അസുഖം കുറഞ്ഞോ എന്ന് ചോദിക്കാൻ ആ സ്നേഹസാഗരത്തിൻ്റെ കവാടം തുറന്ന് എൻ്റെ മക്കളിൽ ഒരാളെങ്കിലും വരുമെന്ന് വർഷങ്ങൾക്ക് ശേഷവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പാവപ്പെട്ട ഭവാനി അമ്മ എന്ന് പറയുന്ന ഒരു അമ്മയുണ്ട് സ്നേഹസാഗരത്തിൽ. ഞാനിത് നിങ്ങളോട് പറയുമ്പോഴും ആ അമ്മ സ്ഥാപനത്തിലുണ്ട്. നിങ്ങൾ ആലോചിക്കണം, അത്രയും ഹൃദയമുള്ള, അത്രയും സ്നേഹമുള്ള, അത്രയും കരുണയുള്ള ഉമ്മമാരെ, അമ്മമാരെ എങ്ങനെയാണ് മക്കൾക്ക് ഉപദ്രവിക്കാൻ കഴിയുന്നത്? വല്ലാത്ത ഖേദമാണ്, വല്ലാത്ത സങ്കടമാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് അവർക്ക് കടക്കൂല, അവരെ കടത്തൂല. ആഖുൽ വാലിദൈൻ ഒന്നാമത്തെ വിഭാഗം മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവരാണ്. രണ്ടാമത്തെ വിഭാഗം സ്വാഹിബു സിഹർ. ഇന്ന് സിഹറിൻ്റെ ലോകമാണ്. സഹോദരങ്ങൾ പറയാണ്, ഷട്ടർ തുറക്കുമ്പോൾ മുട്ട എഴുതി വെച്ചിരിക്കുകയാണ്. കോഴിത്തൂവലും പൊടിയും പൊരിയും തിരിയും കൊണ്ട് ശുദ്രം ചെയ്തിരിക്കുകയാണ്. എല്ലാ കടകളിലും എല്ലാ സ്ഥാപനങ്ങളിലും ആരും രക്ഷപ്പെടുന്നത് ഇഷ്ടമല്ല. അയൽവാസി രക്ഷപ്പെട്ടുകൂടാ. അവർ വലിയ വീട് വെക്കാൻ പാടില്ല, അവരെ കച്ചവടം ഉയരാൻ പാടില്ല, അവരെ മക്കൾക്ക് PG കിട്ടാൻ പാടില്ല, ഡോക്ടറാകാൻ പാടില്ല. അങ്ങനെ അസൂയ മൂത്ത് കഴിയുന്ന വലിയ സംഘം. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ അവർക്ക് പ്രവേശനമില്ല. മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞത് മുദ്മിനു ഖംറിൻ, കള്ളുകൊണ്ട് കറങ്ങുന്നവനാണ്, കള്ളിൽ ലയിച്ചു പോയവനാണ്. ലഹരിയാണ് ലോകമെന്ന് കരുതി അതിൻ്റെ കേവല സുഖത്തിനു വേണ്ടി എല്ലാം മറന്ന് അതിനു വേണ്ടി മരണത്തിനും കല്യാണത്തിനും പ്രസവത്തിനുമൊക്കെ കള്ള്, ആ ഒരു ലഹരി, അതിൻ്റെ പിന്നിൽ നടക്കുന്നവരാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു സംഭവമുണ്ട്. വലാ തഊദുഹു ഇദാ മരിള, ആ കള്ളു കുടിച്ച് ലഹരി തലയ്ക്ക് പിടിച്ചവൻ സുഖമില്ലാണ്ട് കിടന്നാൽ അവനെ കാണാൻ പോലും നിങ്ങൾ പോകരുത് എന്നാണ്. ഒരു രോഗിയെ കാണാൻ പോയാൽ 70,000 റഹ്മത്തിൻ്റെ മലക്കുകൾ രോഗസന്ദർശനത്തിന് പോകുന്ന ആളിന് ദുആ ചെയ്യുമെന്നാണ്. പക്ഷേ ഇവിടെ ഒരു കള്ളുകുടിയൻ, ഒരു ലഹരിയുടെ വക്താവ്, ഒരു കഞ്ചാവ് കച്ചവടക്കാരൻ, നാട് മുഴുവനും ലഹരി കൊണ്ട് നശിപ്പിച്ചവൻ, അവൻ സുഖമില്ലാതെ കിടന്നാൽ അവനെ കാണാൻ പോലും നിങ്ങൾ പോകരുത് എന്ന് വിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമേൽ അപകടമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സടകുടഞ്ഞെഴുന്നേൽക്കണം. മക്കളുടെ താളവും തുള്ളലും കണ്ട് നിങ്ങൾ അവരിൽ മയങ്ങിപ്പോകരുത്. ഇൻസ്റ്റയിൽ റീൽസ് ഇടുന്ന മക്കൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഉമ്മ, ഉസ്താദ് എന്തെങ്കിലും പറഞ്ഞാൽ കുറച്ചിലായി, കുടുംബത്തിൽപ്പെട്ടവർ ചൂണ്ടിക്കാണിച്ചാൽ അത് നിങ്ങൾക്ക് അസഹ്യമായി, നിങ്ങളുടെ മക്കളുടെ കുലുക്കവും മാട്ടവും കാണാൻ കന്നുകാലികളെപ്പോലെ ഒരു വലിയ സംഘം ഇൻസ്റ്റയുടെ മുന്നിൽ കണ്ണു തുറന്ന് കഴുകന്മാരായി കാത്തിരിക്കുമ്പോൾ അതിലൂടെയാണ് പിന്നെ ലഹരി ഉണ്ടാകുന്നത്. അവരുടെ യാത്രകളിൽ ആദ്യം പുകവലിക്കുന്നു, പിന്നെ അതിനകത്തേക്ക് ചുരുട്ട് കയറ്റുന്നു, പിന്നെ കഞ്ചാവും കള്ളുമായി ആ യുവത്വം മുഴുവനും നശിച്ച് വല്ലാണ്ടൊരു ലോകത്തേക്കായി പോകുന്നു. നിങ്ങളുടെ മക്കളെ ആദ്യ പടി തന്നെ തിരിച്ചറിയാൻ അൽ ബയാൻ നിങ്ങൾക്ക് സഹായമാകട്ടെ. അതിൻ്റെ ആദ്യ രുചി തന്നെ നിങ്ങളുടെ മക്കൾ അനുഭവിച്ചു എന്ന് ഒറ്റ നോട്ടത്തിലൂടെ അൽബയാൻ കണ്ട ഉമ്മാക്ക് തിരിച്ചറിയാൻ കഴിയട്ടെ. ചില ഉമ്മമാർ പറയുന്ന വാക്കുകൾ, ചില വാപ്പമാർ പറയുന്ന വർത്തമാനങ്ങൾ നമ്മുടെ മക്കൾ അവഗണിച്ചതുകൊണ്ടാണ് ഇന്ന് തീരാ സങ്കടത്തിലേക്ക് നമ്മുടെ മക്കൾ വീഴുന്നത്. കാരുണ്യവാനായ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.